ജെഎൻയു പ്രക്ഷോഭം വിദ്യാർത്ഥികൾ ക്യാമ്പസിന് പുറത്തേക്കും വ്യാപിപ്പിക്കുന്നു. കനയ്യകുമാറിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ദില്ലിയിൽ ജെഎൻയു വിദ്യാർത്ഥികൾ വൻ പ്രകടനം നടത്തി. മണിക്കൂറോളം നഗരം സ്തംഭിച്ചു. ദില്ലി യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസർ എസ്ആർ ഗിലാനിയെ അറസ്റ്റ് ചെയ്തെങ്കിലും പ്രതിഷേധിച്ച് പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കും വിദ്യാർത്ഥികൾ മാർച്ച് നടത്തി. ഗിലാനിയെ തിഹാർ ജയിലിലേക്ക് മാറ്റി. കള്ളക്കേസ് ചുമത്തപ്പെട്ട് റിമാൻഡിലായ കനയ്യയ്ക്ക് വേണ്ടി ആയിരക്കണക്കിന് ജെഎൻയു വിദ്യാർത്ഥികളാണ് ദില്ലി വീഥികളിലേക്ക് ഇറങ്ങിയത്. പ്രകടനത്തിന് നേരത്തെ തന്നെ ദില്ലി പോലീസ് അനുമതി നിഷേധിച്ചെങ്കിലും വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ചെറുക്കാനായില്ല. ദില്ലി മണ്ഡി ഹൗസ് മെട്രോ സ്റ്റേഷൻ സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ജന്തർ മന്ദറിലേക്ക് നീണ്ടു. ജെഎൻയു അധ്യാപകരും രാജ്യത്തെ വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളും പ്രകടനത്തിനെത്തി. കനയ്യക്കെതിരെ രാജ്യദ്രോഹ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാരിനെതിരെ ബാനറുകളും ഫ്ലെക്സുകളും വിദ്യാർത്ഥികൾ ഉയർത്തി. ഇടതുപക്ഷ നേതാക്കളും വിവിധ സാംസ്കാരിക പ്രവർത്തകരും വിദ്യാർത്ഥി പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തി. അഫ്സൽ ഗുരു അനുസ്മരണത്തിന്റെ പേരിൽ ദില്ലി യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസർ എസ്ആർ ഗിലാനിയെ അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കും പ്രകടനം നയിച്ചു. ജെഎൻയു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നിലപാട് രാജ്യത്തെ തകർത്തുവെന്ന് ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സംഘം രാഷ്ട്രപതിയെ കണ്ടു. തൊട്ടു പിന്നാലെ ദില്ലി മുഖ്യമന്ത്രി കേജ്രിവാളും കേന്ദ്ര സർക്കാർ നടപടിയിലെ പ്രതിഷേധം രാഷ്ട്രപതിയെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പട്യാല ഹൌസ് കോടതിയിൽ ബിജെപി അഭിഭാഷകർ നടത്തിയ ആക്രമണത്തിൽ സുപ്രീം കോടതിയും ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയും ആശങ്ക രേഖപ്പെടുത്തി. അഭിഭാഷകർ മാന്യത പുലർത്തണമെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ഇന്നലെ പട്യാല കോടതിയിൽ സുപ്രീം കോടതി നിയോഗിച്ച 5 അംഗ അഭിഭാഷക സംഘം 2 മണിക്ക് റിപ്പോർട്ട് നൽകി. ദില്ലി പോലീസിന്റെയും ദില്ലി ഹൈക്കോടതി രജിസ്ട്രാറുടെയും റിപ്പോർട്ട് സുപ്രീം കോടതി തേടി. നാളെ കേസ് വീണ്ടും പരിഗണിക്കാൻ തീരുമാനിച്ചു. അക്രമത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ അറിയിച്ചു. അതേസമയം അക്രമത്തിന് നേതൃത്വം നൽകിയ ബിജെപി എംഎൽഎ ഒ പി ശർമ്മയെ പോലീസ് ചോദ്യം ചെയ്തു. ബിജെപി പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോടതി ബഹിഷ്കരിച്ചു. അസോസിയേഷന്റെ നിലപാട് ഏകപക്ഷീയമാണെന്ന് ആരോപിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ അഭിഭാഷക പരിഷത്ത് രംഗത്തെത്തിയത് കോടതി വളപ്പിൽ അല്പനേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പട്യാല ഹൌസ് കോടതിയിൽ നടന്ന സംഭവങ്ങളിൽ പ്രതിഷേധിച്ചും ജെഎൻയുവിനെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. കെ ജയചന്ദ്രൻ എംഎൽഎ മാർച്ചിനെ അഭിസംബോധന ചെയ്യവേ ഒരു സംഘം ബിജെപി പ്രവർത്തകർ അഭിഭാഷകരെ മർദ്ദിച്ചു. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് ബാർ അസോസിയേഷന്റെ തീരുമാനപ്രകാരമായിരുന്നു കോടതി ബഹിഷ്കരണം. ഇതേ തുടർന്ന് അഭിഭാഷകർ കോടതിക്കുള്ളിൽ പ്രകടനവും നടത്തി. ഇതേ തുടർന്ന് ബാർ അസോസിയേഷന്റെ നിലപാട് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി ബിജെപിയുടെ നേതൃത്വത്തിൽ അഭിഭാഷക പരിഷത്തും രംഗത്തെത്തി. അസോസിയേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. ഇരുവിഭാഗങ്ങളും മുദ്രാവാക്യം മുഴക്കിയത് അല്പനേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. അഭിഭാഷകരെ മർദ്ദിച്ചതുകൊണ്ടാണ് കോടതി ബഹിഷ്കരിച്ചതെന്നും ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നത് ശരിയല്ലെന്നും ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ ജയചന്ദ്രൻ പറഞ്ഞു. ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നടത്തിയ സമരമല്ല. ഇന്ത്യയിലെ മുഴുവൻ അഭിഭാഷക സമൂഹത്തെയും പ്രതിനിധീകരിക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങളുടെ ആളുകളായി പ്രതിഷേധ സമരം നടത്തിയവരാണ്. മറുഭാഗത്ത് അഭിഭാഷകനുണ്ടായിരുന്നു എന്ന് സുരേഷ് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ അക്ഷരം പ്രതി മാനിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ മർദ്ദിച്ചതിലുള്ള പ്രതിഷേധമാണ്. ആരെങ്കിലും അവരെ മർദ്ദിച്ചെങ്കിൽ അതിലും ബാർ അസോസിയേഷൻ എന്ന നിലയിൽ പ്രതിഷേധമുണ്ട്. ബിജെപി നേതാവ് വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ കോടതി വളപ്പിലെത്തി ബാർ അസോസിയേഷൻ നിലപാടിനെതിരെ സംസാരിച്ചു. അഭിഭാഷകരെ മർദ്ദിച്ച സംഭവത്തിലും ബിജെപി രാഷ്ട്രീയം കലർത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് അഭിഭാഷകർക്കിടയിൽ ഉയർന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജെഎൻയു സംഭവത്തിലും തിരുവനന്തപുരത്ത് അഭിഭാഷകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിലും പ്രതിഷേധിച്ച് അഭിഭാഷകർ ഹൈക്കോടതിക്ക് മുന്നിൽ പ്രകടനം നടത്തി. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഉൾപ്പെടെ വിവിധ അഭിഭാഷക സംഘടനകൾ സംയുക്തമായാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. മുതിർന്ന അഭിഭാഷകരായ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്, രഞ്ജിത്ത് തമ്പാൻ എന്നിവർ നേതൃത്വം നൽകി. ഡൽഹി പട്യാല കോടതിയിൽ അഭിഭാഷകർ ഗുണ്ടകളായി മാറുന്നതിൽ പ്രതിഷേധിച്ച് ഒരു കൂട്ടം നിയമ വിദ്യാർത്ഥികളും കൊച്ചിയിൽ പ്രകടനം നടത്തി. അടിവസ്ത്രവും വക്കീൽ ഗൗണും ധരിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനം. ജെഎൻയുവിലെ കനയ്യകുമാറിന്റെ അറസ്റ്റിൽ മോഡിയെ രൂക്ഷമായി വിമർശിച്ച് വീണ്ടും ദ ടെലിഗ്രാഫ് പത്രം രംഗത്ത്. ദ നേഷൻ എന്ന തലക്കെട്ടിലെ ഷൻ എന്ന വാക്ക് പ്രത്യേകം എടുത്തുകാട്ടി പത്രം മോഡിയുടെ നിസ്സംഗതയെ വിമർശിക്കുന്നു. കഴിഞ്ഞ ദിവസം ദ പേട്രിയറ്റ് എന്ന വാക്കിലെ റേറ്റ് വാക്ക് കറുപ്പിച്ച്
പാട്രയറ്റ് എന്ന തലക്കെട്ടിലാണ് പത്രം പുറത്തിറങ്ങിയത്. കലാപമുണ്ടാക്കുന്ന BJP-ക്കാരെ ലക്ഷ്യമാക്കിയായിരുന്നു പത്രത്തിന്റെ വിമർശനം. മാധ്യമപ്രവർത്തകർക്കു നേരെയും ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ പത്രത്തിന്റെ തലക്കെട്ടിലെ കരുത്ത് ശ്രദ്ധേയമാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ മരം വീണ് വിദ്യാർത്ഥിനി മരിച്ചു. 1ാം വർഷ BA ഇക്കണോമിക് വിദ്യാർത്ഥിനി തൃശൂർ ചിറ്റിലപ്പള്ളി ശങ്കരൻ തടത്തിൽ അനുഷയാണ് മരിച്ചത്. 5 പെൺകുട്ടികളടക്കം 6 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. ശ്രീകൃഷ്ണ കോളേജിലെ കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവ വേദിക്കരികെയായിരുന്നു അവിചാരിതമായി ദുരന്തം സംഭവിച്ചത്. ഇന്നലെ ആരംഭിച്ച കലോത്സവത്തിലെ സ്റ്റേജ് തര മത്സരങ്ങൾ ആരംഭിക്കാൻ ഒരുങ്ങവെയാണ് വേദിക്ക് സമീപത്തെ മരച്ചില്ല കാറ്റിൽ ഒടിഞ്ഞു വീണത്. ശ്രീകൃഷ്ണ കോളേജിലെ 1ാം വർഷ എക്കണോമിക്സ് വിദ്യാർത്ഥിനിയും തൃശൂർ ചിറ്റിലപ്പള്ളി ശങ്കരമഠത്തിൽ അശോകന്റെ മകളുമായ അനുഷയാണ് മരിച്ചത്. 2ാം വർഷ സംസ്കൃത വിദ്യാർത്ഥിനിയും ആളൂർ പാമ്പൂങ്ങൽ ബാഹുലയന്റെ മകളുമായ ലയനയുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. മരിച്ച അനുഷയുടെ സഹപാഠികളായ ഹരിത പി ദാസ, AS സഹില എന്നിവർക്കും സാരമായ പരിക്കുകളുണ്ട്. കോളേജിന് പുറകുവശത്തുള്ള ഗ്രൗണ്ടിനോട് ചേർന്നുള്ള കുട്ടികൾ വൈശാലിപ്പാറ എന്ന് പറയുന്ന മരത്തിന് പാറയിലിരുന്ന് സംസാരിക്കുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. ഞാൻ പാർക്ക് ചെയ്ത വാഹനം പിറകോട്ട് എടുത്ത് ഒരു 10 മീറ്റർ പിറകോട്ട് വന്ന സമയത്താണ് ഈ മരം ഈ കാറിനെ ലക്ഷ്യമായിട്ട് വന്നുകൊണ്ടിരുന്നത്. ആ കുട്ടികൾ ഓടി രക്ഷപ്പെടുന്നതിനെയാണ് മരത്തിൻ്റെ തലപ്പ് വന്നിട്ട് അടിച്ചിട്ട് 7 കുട്ടികളാണ് അവിടെ ഇരുന്നിരുന്നത്. 4 പെൺകുട്ടികളും അതുപോലെ തന്നെ 3 ആൺകുട്ടികളാണെന്നാണ് തോന്നുന്നത്. അവിടെ പ്രദേശത്ത് രാവിലെ മുതൽ രൂക്ഷമായ ശക്തിയേറിയ കാറ്റാണ് അപകട കാരണം. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കും. അപകടത്തെ തുടർന്ന് കലോത്സവത്തിലെ ഇതര മത്സരങ്ങൾ കൂടി നിർത്തിവെച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ കടബാധ്യതയെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്തു. പാറമാൻചോള സ്വദേശി വിനോദ് കുമാർ വിഷം കഴിച്ചതിനെ തുടർന്ന് ഇന്നലെയാണ് മരിച്ചത്. 14 ലക്ഷം രൂപയുടെ ബാധ്യത വിനോദിനുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കൊഴിഞ്ഞാമ്പാറ പാറുമാൻചെള്ളയിൽ വീടിനോട് ചേർന്ന് ഫാം നടത്തിയിരുന്നു മരിച്ച വിനോദ് കുമാർ. പശു, ആട്, കോഴി എന്നിവയ്ക്ക് പുറമെ തെങ്ങു കൃഷിയാണുള്ളത്. ഊട്ടി കുന്നൂരിൽ സ്വന്തമായി ബേക്കറി നടത്തിക്കൊണ്ടിരുന്ന വിനോദ് 4 വർഷം മുമ്പാണ് കൃഷിയിലേക്ക് തിരിഞ്ഞത്. ഫാമിനും പശു, ആട് എന്നിവയെ വാങ്ങാനുമായി 9 ലക്ഷം രൂപ പാലക്കാട് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് കടമെടുത്തു. കൂടാതെ മറ്റ് സ്വകാര്യ ബാങ്കിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് വീട്ടുകാർ അറിയാതെ ലോൺ എടുത്തിരുന്നു. ബാങ്കിൽ നിന്ന് നോട്ടീസും ലഭിച്ചു. ബന്ധുവായ രാജൻ: ഡയറി ഫാം നടത്താനും കോഴി വളർത്തലും ആട് വളർത്തലും എല്ലാം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴത്തെ വിലത്തകർച്ചയും മറ്റ് ഈ മാടുകൾക്ക് അസുഖം വരലും അത് ഒരു 4-5 എണ്ണം ചത്തുപോവുകയും ചെയ്തു. പിന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് സ്വർണ്ണപ്പണ്ടം വെച്ചിട്ടും ലോണ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾക്കത് എല്ലാം അറിയണത്. മരിച്ച ശേഷവും സംഭവം അറിയാതെ കടമെടുത്ത സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വിനോദിൻ്റെ ഫോണിലേക്ക് വിളി വന്നു. രാജേശ്വരിയാണ് ഭാര്യ. 10, 6 ക്ലാസ്സുകളിൽ പഠിക്കുന്ന അഭിനവ്, വൃന്ദ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഞ്ചാവ് വിൽപ്പനക്കാർക്കെതിരെ കൊച്ചി പോലീസ് നടപടി ശക്തമാക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ കഞ്ചാവിന്റെ വിൽപ്പനയും ഉപയോഗവും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. കാക്കനാട്, വൈറ്റില, കളമശ്ശേരി എന്നീ നിർമ്മാണ മേഖലകളിൽ വൻതോതിൽ കഞ്ചാവ് വിൽപ്പന വർദ്ധിച്ചതോടെയാണ് പോലീസ് നടപടി ശക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം കാക്കനാട് കേന്ദ്രീകരിച്ചു നടന്ന പരിശോധനയിൽ കഞ്ചാവുമായി 2 ഒഡീഷ സ്വദേശികൾ പിടിയിലായിരുന്നു. കൊച്ചി സിറ്റി കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ ബുലു നായിക്, ഭയ നായിക് എന്നിവരാണ് അറസ്റ്റിലായത്. ഒഡീഷയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവ് തൃക്കാക്കരയിലെ വാടക വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചെടുക്കുകയായിരുന്നു. ഇത്തരത്തിൽ എത്തിക്കുന്ന കഞ്ചാവ് ഇവരിൽ നിന്ന് വാങ്ങി വിൽപ്പന നടത്തുന്നവരെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വസിക്കുന്ന വീടുകളിലും ലോഡ്ജുകളിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറെയുള്ള പെരുമ്പാവൂർ മേഖലയിലും പരിശോധന തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യ വിഭാഗം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. യോഗ്യതയുള്ള അനസ്തേഷ്യ ഡോക്ടർമാർ ആവശ്യത്തിനില്ലാത്തതും ജോലിഭാരവും അധികാരികളുടെ മാനസിക പീഡനവും മൂലം നിലവിലുള്ള ഡോക്ടർമാർ ജോലി ഉപേക്ഷിക്കുന്നതുമാണ് അനസ്തേഷ്യ വിഭാഗം അടച്ചുപൂട്ടലിലേക്ക് നീങ്ങാൻ കാരണം. അതേസമയം നിലവിലുള്ള ഡോക്ടർമാരെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി 24 മണിക്കൂറും ജോലി ചെയ്യിപ്പിക്കുന്നത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. കേരളത്തിലെ തന്നെ ആദ്യ മെഡിക്കൽ കോളേജായ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യ വിഭാഗമാണ് ഇപ്പോൾ അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് പോകുന്നത്. ദിവസവും 100 കണക്കിന് ശസ്ത്രക്രിയകൾ അത്യാഹിതത്തിലും അല്ലാതെയുമായി നടക്കുന്ന ഈ മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് യോഗ്യതയുള്ള അനസ്തേഷ്യ ഡോക്ടർമാരില്ല.
ആകെ 41 ശസ്ത്രക്രിയാ ടേബിളുകളാണ് മെഡിക്കൽ കോളേജ്, SIT എന്നിവിടങ്ങളിലായി ഉള്ളത്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം 41 ടേബിളുകൾക്ക് 41 അനസ്തേഷ്യ ഡോക്ടർമാർ വേണം. പക്ഷേ ഈ മെഡിക്കൽ കോളേജിൽ നിലവിലുള്ളത് ആകെ 21 പേർ മാത്രം. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ശസ്ത്രക്രിയകൾക്കും അനസ്തേഷ്യ നൽകുന്നത് PG ഡോക്ടർമാരാണ്. ഇതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നതും അപകടകരവുമായ വസ്തുത. യോഗ്യതയില്ലാത്ത അനസ്തേഷ്യ ഡോക്ടർമാർ നൽകുന്ന ഗുണനിലവാരമില്ലാത്ത അനസ്തേഷ്യ പല രോഗികളുടെയും മരണത്തിനും ആരോഗ്യനില തകരാറിലാകുന്നതിനും കാരണമാവുകയാണ്. PG ഡോക്ടർമാർ അനസ്തേഷ്യ നൽകിയതിലൂടെ കഴിഞ്ഞ മാസവും രോഗികൾ മരിച്ചിട്ടും അധികൃതർ ഇക്കാര്യത്തിൽ അലംഭാവം കാട്ടുന്നതായും ആക്ഷേപമുണ്ട്. നിലവിലുള്ള ഡോക്ടർമാർക്ക് ഇപ്പോൾ 24 മണിക്കൂറും ഡ്യൂട്ടിയാണ്. ഇങ്ങനെ ജോലി ചെയ്യുന്ന അനസ്തേഷ്യ ഡോക്ടർമാർക്ക് ഉറക്കക്കുറവും മാനസിക പിരിമുറുക്കവും മൂലം ക്വാളിറ്റിയുള്ള അനസ്തേഷ്യ നൽകാനാകുന്നില്ലെന്നതും അവർ തന്നെ സമ്മതിക്കുന്നു. മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ അഭാവം ബോധ്യപ്പെട്ടിട്ടും ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലം മാറ്റം നൽകിയ അനസ്തേഷ്യ ഡോക്ടർമാരെ തിരിച്ചു വിളിക്കാനോ പകരം ആളെ നിയമിക്കാനോ തയ്യാറായിട്ടുമില്ല. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും IMAയുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ അട്ടിമറിച്ച അനസ്തേഷ്യ ഡോക്ടർമാരെ ദ്രോഹിക്കുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് മെഡിക്കൽ കോളേജിലുള്ളതെന്നും ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്നും നിലവിലെ ഡോക്ടർമാരും പറയുന്നു. ഇതിനൊക്കെ പുറമെ മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ സ്കാവഞ്ചിങ് സിസ്റ്റം ഇല്ലാത്തത് അപകടകരമായ സ്ഥിതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യ വിഭാഗത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതും PG ഡോക്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് അനസ്തേഷ്യ നടത്തുന്നതും നൂറുകണക്കിന് രോഗികളുടെ ജീവനെയാണ് സാരമായി ബാധിക്കുന്നത്. എന്നിട്ടും അധികാരികൾ കണ്ണു തുറക്കുന്നില്ല. പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആരംഭിക്കുമ്പോഴും ഉള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ആവശ്യത്തിന് സംവിധാനമോ ഡോക്ടർമാരെയോ ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നുമില്ല. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരുമാനു. വിമാനത്താവളങ്ങളിൽ കസ്റ്റംസ് പരിശോധന കർശനമാക്കിയതോടെ തുറമുഖം വഴി സ്വർണ്ണക്കടത്ത് ഏറുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ കൊച്ചിയിലും തൂത്തുക്കുടിയിലുമായി 19 കിലോ സ്വർണമാണ് പിടികൂടിയത്. വിവിധ രൂപത്തിൽ കടത്താൻ ശ്രമിക്കുമ്പോഴും വിമാനത്താവളങ്ങളിൽ വെച്ച് സ്വർണം പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് കള്ളക്കടത്ത് സംഘം പുതിയ മാർഗം കണ്ടെത്തിയത്. ഇതിന്റെ ഭാഗമായാണ് തുറമുഖങ്ങളെ സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച 7 കിലോ സ്വർണം കൊച്ചി തുറമുഖത്ത് നിന്ന് കസ്റ്റംസ് പിടികൂടിയിരുന്നു. ആഡംബര കാറിന്റെ ഇന്ധന ടാങ്കിൽ ഒളിപ്പിച്ച് ദുബായിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന സ്വർണമാണ് കസ്റ്റംസ് പിടികൂടിയത്. ഇതിനു പുറമെ തൂത്തുക്കുടിയിൽ നിന്നും 12 കിലോ സ്വർണം DRI പിടികൂടിയിരുന്നു. സോപ്പ് പൊടി ഇറക്കുമതിയുടെ മറവിലായിരുന്നു സ്വർണ്ണക്കടത്ത്. സോപ്പ് പൊടി നിറച്ച കണ്ടെയ്നറിനുള്ളിൽ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. ഗൾഫിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കൊപ്പമാണ് സ്വർണവും കടത്തുന്നത്. ദുബായിൽ നിന്നും കപ്പൽ കൊച്ചിയിലെത്താൻ ഒരാഴ്ചയിലധികം സമയമെടുക്കും. ഇതിനിടെ പലയിടത്തും പരിശോധനകൾക്കായി കണ്ടെയ്നർ കിടക്കേണ്ടിയും വരും. ഇത്തരം സാഹചര്യങ്ങളിൽ സ്വർണം കണ്ടെയ്നറിൽ ഒളിപ്പിക്കുന്നത് റിസ്ക് ആണെങ്കിലും പിടിക്കപ്പെട്ടില്ലെങ്കിൽ വൻ ലാഭമാണ് കള്ളക്കടത്ത് സംഘത്തിന് ലഭിക്കുന്നത്. അതിനാൽ റിസ്ക് എടുത്തും അവർ സ്വർണം കടത്തുന്നു. സാഹസികമായി ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് ഉണ്ടാവില്ലെന്നായിരുന്നു കസ്റ്റംസിന്റെ ധാരണയെങ്കിലും കൊച്ചിയിലും തൂത്തുക്കുടിയിലും സ്വർണം പിടിച്ചതോടെ പരിശോധന തുറമുഖങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് കസ്റ്റംസ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സർക്കാരിന്റെ മദ്യനയം ചോദ്യം ചെയ്ത് ബാറുടമകൾ നൽകിയ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളി. 5 സ്റ്റാർ ബാറുകൾക്ക് മാത്രം അനുമതിയെന്ന സർക്കാർ മദ്യനയം സുപ്രീം കോടതി ശരിവെച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയാണ് തള്ളിയത്. ജസ്റ്റിസ് JS കെഹർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത്. സോളാർ കമ്മീഷനെതിരെ മോശം പരാമർശം നടത്തിയെന്ന പരാതിയിൽ PP തങ്കച്ചനും സർക്കാരിനും വിശദീകരണം ആവശ്യപ്പെട്ട് കമ്മീഷൻ നോട്ടീസ് അയച്ചു. തങ്കച്ചൻ പറഞ്ഞ രീതിയിലാണ് സർക്കാർ ചിന്തിക്കുന്നതെങ്കിൽ കമ്മീഷൻ തുടരുന്നതിൽ കാര്യമില്ലെന്ന് ജസ്റ്റിസ് ശിവരാജൻ. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ സരിതയുടെ ക്രോസ് വിസ്താരം ഈ മാസം 22 മാറ്റി. ഖേദം പ്രകടിപ്പിച്ചുള്ള ഷിബു ബേബി ജോണിന്റെ സത്യവാങ്മൂലം കമ്മീഷൻ അംഗീകരിച്ചു. UDF കൺവീനർ PP തങ്കച്ചൻ കമ്മീഷനെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഉൾപ്പെടെയുള്ളവരുടെ പരാതിയെ തുടർന്നാണ് തങ്കച്ചനും സർക്കാരിനും നോട്ടീസ് അയക്കാൻ കമ്മീഷൻ ഉത്തരവായത്. കമ്മീഷൻ മുൻവിധിയോടെ പ്രവർത്തിക്കുന്നുവെന്നതടക്കമുള്ള പരാമർശങ്ങളാണ് ജസ്റ്റിസ് ശിവരാജൻ പരിശോധിച്ചത്. UDF കൺവീനർ പറഞ്ഞ രീതിയിലാണ് സർക്കാരും ചിന്തിക്കുന്നതെങ്കിൽ കമ്മീഷൻ തുടരുന്നതിൽ കാര്യമില്ലെന്ന് ജസ്റ്റിസ് ശിവരാജൻ ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് സർക്കാരിനോടും തങ്കച്ചനോടും വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടത്. സോളാർ കമ്മീഷൻ മുമ്പാകെ സരിത ഹാജരായെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് ഇന്ന് മൊഴി നൽകാനാവില്ലെന്ന് സരിതയുടെ അഭിഭാഷകൻ അറിയിച്ചു. കള്ളത്തരം പറയരുതെന്ന് കമ്മീഷൻ പറഞ്ഞു. ശബ്ദവിശ്രമം വേണമെന്ന് ഡോക്ടർ പറഞ്ഞതായി സരിത കമ്മീഷനെ അറിയിച്ചു. മറ്റു കക്ഷികളുടെയും അഭിപ്രായം കേട്ട ശേഷം സരിതയുടെ വിസ്താരം ഈ മാസം 22 മാറ്റി. കമ്മീഷനെതിരെ മോശം പരാമർശം നടത്തിയെന്ന പരാതിയിൽ ഷിബു ബേബി ജോൺ സമർപ്പിച്ച വിശദീകരണ സത്യവാങ്മൂലം കമ്മീഷൻ അംഗീകരിച്ചു. കമ്മീഷനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തിയിട്ടില്ലെന്നും ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിരുപാധികം ഖേദം പ്രകടിപ്പിക്കുന്നതെന്നടക്കമുള്ള മന്ത്രിയുടെ വാദം
അംഗീകരിച്ച് കമ്മീഷൻ പരാതി തീർപ്പാക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ മന്ത്രി CN ബാലകൃഷ്ണനെതിരെ ത്വരിതാന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. വിദേശ മദ്യ കമ്പനികളിൽ നിന്ന് മന്ത്രി 5 കോടി രൂപ കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണത്തിലാണ് അന്വേഷണം. കൺസ്യൂമർ ഫെഡ് മുൻ MD റെജി ജി നായർ, പ്രസിഡന്റ് ജോയി തോമസ്, മാനേജർ ജയകുമാർ എന്നിവർക്കെതിരെയും അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൺസ്യൂമർ ഫെഡിന് മദ്യം എത്തിച്ചു നൽകുന്ന വിദേശ മദ്യ കമ്പനികളിൽ നിന്ന് 5 കോടി രൂപ കമ്മീഷൻ കൈപ്പറ്റിയെന്ന ആരോപണത്തിലാണ് മന്ത്രി CN ബാലകൃഷ്ണനെതിരെ ത്വരിതാന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. കൺസ്യൂമർ ഫെഡ് മുൻ MD റെജി ജി നായർ, മുൻ പ്രസിഡന്റ് ജോയി തോമസ്, മുൻ മാനേജർ ജയകുമാർ എന്നിവർക്കെതിരെയും അന്വേഷണത്തിന് ഉത്തരവുണ്ട്. പൊതുപ്രവർത്തകൻ ജോർജ് വട്ടുകുളം നൽകിയ പരാതിയിലാണ് അന്വേഷണം. അന്വേഷണം വേണം, കോടതി തന്നെ പറഞ്ഞു അന്വേഷണം വേണം. അപ്പം മിനിസ്റ്ററെ ഒഴിവാക്കാൻ, മന്ത്രിയെ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. കോടതി ഇതിൽ അന്വേഷണം വേണം, നടക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം 3 കാര്യങ്ങളിലാണ് പ്രത്യേകം നമ്മൾ കൊടുത്തതിൽ 18 കാര്യങ്ങളിൽ 3 കാര്യങ്ങളാണ് പ്രത്യേകം അന്വേഷിക്കാൻ വേണ്ടി കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. 125 കമ്പനികളിൽ നിന്ന് മദ്യം വാങ്ങിയതിൽ നാമമാത്രമായ കമ്പനികളുടെ ഇൻസെന്റീവ് മാത്രമാണ് കണക്കുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ വിവിധ ജില്ലകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അഴിമതി നടന്നെന്ന ആരോപണവും അന്വേഷിക്കാൻ ഉത്തരവുണ്ട്. മൊബൈൽ ത്രിവേണി വാഹനങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേടുകളും ത്വരിതാന്വേഷണത്തിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകി. ഏപ്രിൽ 4-നകം ത്വരിതാന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജ് SS വാസൻ ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. എനർജി ആൻഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ജനറൽ രാജേന്ദ്ര K. പചൌരിക്കെതിരായ യുവതിയുടെ രഹസ്യമൊഴി പുറത്ത്. ഒത്തുകിട്ടിയാൽ ബലമായി ഉമ്മവയ്ക്കുന്ന സ്വഭാവക്കാരനായിരുന്നു പചൌരി എന്ന യുവതി. കഴിഞ്ഞ വർഷം യുവതി നൽകിയ മൊഴിയാണ് പുറത്തായത്. ലൈംഗിക അപവാദ കേസിൽ തേരി ഡയറക്ടർ ജനറൽ സ്ഥാനത്തു നിന്ന് പുറത്തായ പചൌരിയെക്കുറിച്ചുള്ള പരാതിയുടെ കൂടുതൽ വിവരങ്ങൾ വെളിച്ചത്തു വരികയാണ്. ഒത്തുകിട്ടിയാൽ ബലമായി ഉമ്മവയ്ക്കുന്ന സ്വഭാവക്കാരനായിരുന്നു പചൌരി എന്നാണ് ടെറിയിൽ റിസർച്ച് അനലിസ്റ്റായിരുന്ന യുവതിയുടെ പരാതിയിൽ പറയുന്നത്. 2014-ൽ കാലാവസ്ഥാ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനിടെ താൻ ഒരു പുരുഷ സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ അത് തന്റെ കാമുകനാണെന്ന് തെറ്റിദ്ധരിച്ച പചൌരി അയാളുടെ ജനനേന്ദ്രിയം ഛേദിക്കുമെന്ന് പറഞ്ഞതായും യുവതിയുടെ മൊഴിയിൽ പറയുന്നു. മെക്സിക്കോയിലേക്ക് വിമാനത്തിൽ പോകുമ്പോഴായിരുന്നു പചൌരിയുടെ ഭീഷണി. 2013-ൽ പാരീസിലേക്കുള്ള യാത്രാമധ്യേ പചൌരി തന്നെ ബലമായി പിടിച്ച് ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചു. അതിനു മുമ്പായി താൻ എഴുതിയെന്നു പറഞ്ഞ നോവൽ വായിക്കാൻ നൽകി. എന്നാൽ അതിനു തയ്യാറായില്ല. പല സ്ത്രീകളെക്കുറിച്ചും മോശം പരാമർശം പചൌരി നടത്തുമായിരുന്നുവെന്നും മൊഴിയിലുണ്ട്. മറ്റൊരു ജീവനക്കാരിയും പചൌരിക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്. രാജസ്ഥാൻ വനം വകുപ്പിലേക്കുള്ള ശാരീരിക യോഗ്യതാ പരീക്ഷ വിവാദത്തിൽ. വനിതാ ഗാർഡുമാർക്കായുള്ള ശാരീരികക്ഷമത പരിശോധിച്ചത് പുരുഷ ഓഫീസർമാർ. വനിതാ ഓഫീസർമാർ നോക്കി നിൽക്കെയാണ് പരിശോധന നടന്നത് എന്നത് സംഭവത്തിന്റെ ഗൗരവം കൂട്ടുന്നു. രാജസ്ഥാൻ വനം വകുപ്പിലേക്ക് വനിതാ ഗാർഡുമാർക്കായുള്ള ശാരീരിക യോഗ്യതാ പരീക്ഷയിൽ നെഞ്ചളവടക്കമാണ് പുരുഷ ഓഫീസർമാർ പരിശോധിച്ചത്. ഓഫീസർ തസ്തികയിലുള്ളവരടക്കം നിരവധി വനിതാ ഓഫീസർമാർ നോക്കി നിൽക്കെയാണ് വനിതാ ഉദ്യോഗാർത്ഥികളുടെ നെഞ്ചളവ് പുരുഷ ഓഫീസർമാർ എടുത്തത്. സംഭവം വിവാദമായതോടെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. രാജസ്ഥാനിലെ ചിറ്റോർഗഡ് ജില്ലയിലാണ് സംഭവം. കഴിഞ്ഞ മാസം അധ്യാപക യോഗ്യതാ പരീക്ഷയ്ക്ക് ഷാൾ ധരിച്ചെത്തിയ യുവതികളെ പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിക്കും മുമ്പ് നിർബന്ധിച്ച് ഷാൾ അഴിപ്പിച്ചതും ഏറെ വിവാദമായിരുന്നു. അതിനു പിന്നാലെയാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധം പുരുഷ ഉദ്യോഗസ്ഥർ യുവതികളുടെ ശാരീരികക്ഷമതാ പരിശോധന നടത്തിയത്. ന്യൂസ് ഡെസ്ക്. ചട്ടം ലംഘിച്ച് കോൺഗ്രസ് നേതാവിന്റെ മകന് പോലീസിൽ നിയമനത്തിന് നീക്കം. KPCC അംഗവും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായ KT ജെയിംസിന്റെ മകൻ റോബിന് നിയമനം നൽകാനാണ് നീക്കം. സ്പോർട്സ് കോട്ട വഴി നിയമനം നടത്താൻ റോബിന് പ്രായപരിധിയിൽ ഇളവ് നൽകി. മികച്ച കായിക താരങ്ങളെ തഴഞ്ഞാണ് റോബിന് നിയമനം നൽകാൻ നീക്കം നടക്കുന്നത്. റോബിനു വേണ്ടി സർക്കാർ ഇറക്കിയ പ്രത്യേക ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. KPCC അംഗവും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനുമായ KT ജെയിംസിന്റെ മകൻ റോബിൻ ജെയിംസിനാണ് ചട്ടങ്ങൾ ലംഘിച്ച് പോലീസ് സേനയിൽ നിയമനം നൽകാൻ നീക്കം നടക്കുന്നത്. സ്പോർട്സ് കോട്ട വഴി നിയമനം നൽകാനാണ് നീക്കം. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് സ്പോർട്സ് കോട്ട വഴിയുള്ള പ്രവേശനത്തിനായുള്ള പ്രായപരിധി. എന്നാൽ റോബിൻ 28 വയസ്സായി എന്ന് അദ്ദേഹത്തിന്റെ ബയോഡാറ്റയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. പ്രായപരിധി കഴിഞ്ഞ റോബിനെ പോലീസിന്റെ ബാസ്കറ്റ്ബോൾ ടീമിൽ തിരികെ കയറ്റാൻ പ്രത്യേക ഉത്തരവിറക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. റോബിന് പ്രായപരിധിയിൽ ഇളവ് നൽകിക്കൊണ്ട് ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. കായിക രംഗത്ത് പ്രത്യേക മികവൊന്നും പുലർത്താത്ത റോബിന് മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് പ്രത്യേക ഉത്തരവിലൂടെ പോലീസിൽ ജോലി ലഭിക്കാനുള്ള വഴിയൊരുങ്ങിയിരിക്കുന്നത്. റോബിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധന കഴിഞ്ഞ ദിവസം പൂർത്തിയായി.
അതേസമയം കബഡി ഉൾപ്പെടെയുള്ള മത്സര കേരളത്തിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങളിൽ ചിലർക്ക് 25 വയസ്സ് പൂർത്തിയായെന്ന് കണ്ടെത്തി അവസരം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അർഹരായവരെ തടഞ്ഞ് അനർഹരായവരെ രാഷ്ട്രീയ സ്വാധീനം വഴി ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിനെതിരെ കായിക താരങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്.